നോക്കിക്കേ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബാർലി ചിക്കൻ ബിരിയാണി. അടിപൊളി ടേസ്റ്റാണിത്. പ്രമേഹമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണിത്. അരി കഴിക്കാൻ പറ്റാത്തവർക്ക്, ചോറ് കഴിക്കാൻ പറ്റാത്തവർക്ക്, അവർക്കൊക്കെ കഴിക്കാൻ 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. ഓർക്കണം, 10 രൂപയാണ് ബാർലിയുടെ വില. ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണേ. അതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം, ഇത് അരിയല്ല, ഇത് ബാർലിയാണേ. ഈ ബാർലി ഒരു 3 മണിക്കൂർ ഞാൻ വെള്ളത്തിയിട്ട് കുതിർത്ത് 4-5 വെള്ളത്തിയിട്ട് കഴുകണേ, നല്ലപോലെ കഴുകണം. കഴുകി കുതിർത്തെടുത്ത് വെച്ചേക്കുന്ന ബാർലിയാണിതേ. ഇതൊരു 200 ഗ്രാം, കറക്റ്റ് 200 ഗ്രാം തന്നെ ഉണ്ട് ഇതേ. പിന്നെ ഒരു 150 ഗ്രാം ചിക്കനും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഒരു പ്രഷർ കുക്കർ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ ബാർലി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കറക്റ്റ് 200 ഗ്രാമേ, അല്ലെങ്കിൽ ഈ 200 ഗ്രാം നോക്കിയെടുത്ത്, ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ബാർലിയാണേ. ഇനി നമുക്കിതിനകത്ത് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് ഇതിനകത്ത് 3 ഏലക്ക ഇട്ട് കൊടുത്ത് 3 ഗ്രാമ്പു ഇട്ട് കൊടുത്തേ. ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ഇല്ലേ, അതിനും താഴെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് ഒരൊറ്റ വിസിലേ ഒന്ന് അടിച്ചെടുക്കാം. ഗ്യാസ് ഓണാക്കാം. ഇത് 1 വിസിൽ വരട്ടെ. 1 വിസിൽ വന്നിട്ട് നമുക്ക് അടച്ചിടാം. ഗ്യാസ് 1 വിസിൽ വന്നു കഴിഞ്ഞു. പിന്നെ ബാർലിയുടെ ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇതിൻ്റെ പ്രഷറൊക്കെ പോകാം. ഇനി നമുക്ക് ചിക്കൻ പ്രഷറൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാല റെഡിയാക്കാം. ഗ്യാസ് ഓണാക്കാം. ചൂടായ കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയുണ്ടേ. എണ്ണ ചൂടാവട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഈ എണ്ണയിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം, 1 ടേബിൾ സ്പൂണിനേക്കാളും കുറച്ചുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറണേ. ഇനി ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില, ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയേ. മുളക് പൊടിയില്ലേ, അതൊക്കെ കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണും 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇതിലോട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ച് ചിക്കനില്ലേ, അതിട്ട് കൊടുക്കാം. ചിക്കൻ കുറച്ചേ ഉള്ളൂ, ഒരു 150 ഗ്രാം ചിക്കനോടെ ഉള്ളേ. കാര്യം നമ്മളെ ബാർലി 200 ഗ്രാമേ എടുത്തിട്ടുള്ളൂ.
ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് തീ ഞാൻ മീഡിയത്തിൽ ഇട്ടേക്കാണ്. ഞാൻ വെള്ളമൊന്നും കുഴക്കുന്നില്ല. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ അടക്കട്ടെ. തീ സിമ്മിനും മീഡിയത്തിനും ഇടയിൽ വെക്കേ. ഇത് ഇങ്ങനെ ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ നോക്കാം. ഒരു 4 മിനിറ്റ് കഴിഞ്ഞേ. ഞാൻ അപ്പോഴും ഇട്ടത് എപ്പോഴാണ് ഞാൻ ഇളക്കി നോക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരു 7-8 കപ്പലണ്ടി അല്ല അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്ത് വരട്ടെ. ഒരു 10-15 കിസ്മിസേ അത് ഇട്ട് കൊടുത്തേ. ഇപ്പം ഞാൻ സിമ്മിലിട്ടേക്കുവാണേ. 1-2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഇതെല്ലാം ഇട്ടിട്ട് 1 മിനിറ്റായി. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ടേ. ഇനി നമുക്കിതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണിലും കുറച്ചും കൂടി ഇട്ടിട്ടുണ്ടേ. പിന്നെ ഇതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, നല്ല ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ഇടത്തരം സവാള അരിഞ്ഞതേ അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഒരു മീഡിയത്തിൽ വെക്കാം. സവാള 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കുക. ഇതുവരെ ഞാൻ ചിക്കനിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടേ ഇല്ലേ. നമ്മുടെ അതിൻ്റെ ഗ്യാസൊക്കെ പോയി നോക്കേ. ഓക്കെ, നമ്മുടെ ബാർലി നോക്കട്ടെ, സ്പൂൺ വെച്ച് നോക്കട്ടെ. നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ടേ. ഇത് വെച്ചിരിക്കട്ടെ. ഇനി ഇതിനകത്ത് ഒരു ഇടത്തരം സവാളയല്ല തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു 3 പച്ചമുളക്, കുഞ്ഞു പച്ചമുളകാണ്, എരിയുള്ള പച്ചമുളകാണ്, അത് ഇട്ട് കൊടുത്തത്. നമ്മൾ ചിക്കൻ ഇട്ടപ്പം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കടല ഒരു 1/2 ടീസ്പൂണോളം, ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം.
1/2 ഗ്ലാസ് വെള്ളം, കുറച്ചും കൂടെ വേണേ വെള്ളം മതി. ഒരു 1/4 ഗ്ലാസ്, 1 ഗ്ലാസ് വെള്ളത്തോടെ, ചെറിയ ഗ്ലാസ് 1 ഗ്ലാസ് വെള്ളത്തോടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് മീഡിയത്തിൽ തന്നെ കിടക്കട്ടെ. ഒരു 7 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കിടന്ന് വേവട്ടെ. ചിക്കൻ നോക്കേ, ഒരു 10 മിനിറ്റോളം ആയിപ്പേ. ഈ മീഡിയത്തിൽ കിടക്കുകയാണ്. ഓക്കെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ല മണം ഈ കറിക്ക്. ഈ ഒന്ന് കൂട്ടി കൊടുക്കേ. ഇതിപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ടേക്കുന്ന ചിക്കൻ വഴറ്റിയ സമയത്തല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ക്കകത്ത് ഇത് ഇത് വറുത്തുക. ഞാനത് ചെയ്യുന്നില്ല, ഇങ്ങനെയാണ് ചെയ്തത്. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ബാർലി എടുക്കാം. ഇങ്ങോട്ടിട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ല മണം. ഇനി ഇതിനകത്ത് വേറെ പരിപാടിയൊന്നുമില്ല. ഇതിനകത്ത് കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കേ. എൻ്റെ കയ്യിൽ മല്ലിയില കുറവാണ്, അത് കുറച്ച് ഇടുന്നുള്ളൂ. ഒരു 200 ഗ്രാം ബാർലി, കാര്യം 10 രൂപ ബാർലിക്ക്. പിന്നെ നമ്മൾ ഓൺലൈൻ വഴി മേടിക്കണ്ടേ, 10 രൂപയേ ഉള്ളൂ. പിന്നെ ഒരു 150 ഗ്രാം 150 ഗ്രാം ചിക്കനും, ഇടത്തരം 2 സവാള. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി. ബാർലി നല്ലൊരു ധാന്യമാണേ. മതി. ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേക്കാം. ഗ്യാസ് ഓഫാക്കുകയാണ്. ഇങ്ങനെ 2 മിനിറ്റ് അടച്ച് വെക്കാം. അത് കഴിഞ്ഞാൽ സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാൻ കാണിക്കാം. അങ്ങനെ ഇരിക്കട്ടെ. നോക്കിക്കേ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബാർലി ചിക്കൻ ബിരിയാണി. അടിപൊളി ടേസ്റ്റാണിത്. പ്രമേഹമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണിത്. അരി കഴിക്കാൻ പറ്റാത്തവർക്ക്, ചോറ് കഴിക്കാൻ പറ്റാത്തവർക്ക്, അവർക്കൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്കണേ, എങ്ങനെയുണ്ടെന്ന് പറയണം. ബിരിയാണി നോക്കിയാലോ. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞേ. ഒരു സർവിങ് ബൗളിലോട്ട് മാറ്റാം.
ഇതിൽ വിളമ്പിയിട്ട് ഞാൻ പ്ലേറ്റിലോട്ട് ഇട്ട് കാണിച്ചതേ. ഓക്കെ, നമ്മുടെ ബിരിയാണി ഞാനിത് ഈ പ്ലേറ്റിലോട്ട് വെക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി 2-3 അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബാർലിയുടെ ബിരിയാണിയാണ്. ബാർലി കൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം. തൈര് ഇതുണ്ടാക്കാം, തൈര് ചോറുണ്ടാക്കാം, അങ്ങനെയൊക്കെ പലതും ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടാക്കാം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഓക്കെ, ഈ ബിരിയാണി ഒരു 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. നല്ല വിശപ്പടക്കി 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. ഓർക്കണം, 10 രൂപയാണ് ബാർലിയുടെ വില. പിന്നെ അധികം ടൈമും എടുക്കത്തില്ല. പിന്നെ ചിക്കനും കുറവാണ് ഇട്ടേക്കുന്നത്. കാര്യം അത്രയും ബാർലിയല്ലേ ഉള്ളൂ. അതിനുവേണ്ടി 150 ഗ്രാം ചിക്കനും എടുത്തു. അപ്പോൾ കണ്ടില്ലേ എന്ത് ടേസ്റ്റാണെന്നറിയാം ഇത് കഴിക്കാനായിട്ട്. അടിപൊളി ബിരിയാണിയാണ്. അതിന് പണിയൊന്നുമില്ലല്ലോ. അതിൻ്റെ പുറകെ നിന്ന് സമയം കളയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ബിരിയാണി.